ഓട്ടോമൊബൈൽ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ജനപ്രിയ ഒരു കാറായ മാരുതിയുടെ 800 മോഡലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഈ റിവ്യൂല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഏതൊരു വലിയ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം ഒന്നില്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതോ 800 ആയിരിക്കും. ഈ 800 ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ളൊരു മോഡലാണിത്. 1979 ജപ്പാനിൽ പ്രാബല്യത്തിലുള്ള ഒരു ആൾട്ടോ എന്ന മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു വണ്ടിയാണിത്. ഈ ജനപ്രിയ മോഡൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നിർമ്മിച്ച് 2.57 മില്യനാണ്. ഇതിൽ 2.66 വിറ്റഴിച്ചത് ഇവിടെ ഇന്ത്യയിൽ തന്നെയാണ്. ബാക്കിയുള്ള നമ്മളെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവയിലേക്കും പിന്നെ യൂറോപ്യൻ കൺട്രീസായ മൊറോക്കോയിലേക്കാണ് കയറ്റി അയച്ചത്. ഈ ജനപ്രിയ മോഡല് 1983 ഡിസംബർ 14 അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അർപ്പൽ സിംഗിന് കൈമാറിയിട്ടാണ് ഇത് ഇന്ത്യൻ നിരത്തുകളിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. 1983 മുതൽ 2014 വരെ ഒരു നീണ്ട കാലം ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്തൊരു വണ്ടിയാണിത്. ഏറ്റവും കൂടുതൽ ജനകീയമായൊരു കാർ എന്നുള്ളൊരു ലേബലിലേക്ക് വണ്ടിക്ക് വരാനും കഴിഞ്ഞ് ഇന്നും അധികം പേര് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണിത്. ഹാച്ച് ബാക്ക് വരുന്ന ഈ കാറിന് ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 796 cc ആണ്. ഈ വാഹനത്തിന് പ്രധാനമായിട്ട് വരുന്നത് 2 രീതിയിലുള്ള എഞ്ചിനാണ് വരുന്നത്. കാർബൺ ടൈപ്പും MPFI എഞ്ചിൻ. ഇതിൽ ട്രാൻസ്മിഷനിലേക്ക് വരികയാണെങ്കിൽ 4 സ്പീഡ് മാനുവലും 5 സ്പീഡ് മാനുവലും പിന്നെ 3 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. വാഹന വിപണിയിൽ ഇന്ന് ഈ വാഹനത്തിന് ആവശ്യക്കാർ കൂടുതലുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വാഹനത്തെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മെയിൻ ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്പെയർ എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടും ചെയ്യും. ഏകദേശം ഒരു ബൈക്കിൻ്റെ ഒരു വിലയിൽ നമുക്ക് ബൈക്കിന് സ്പെയറിൻ്റെ വിലയിൽ നമുക്കിതിൻ്റെ സ്പെയർ പാർട്സ് നമുക്ക് കിട്ടാനുണ്ട്. മുകളിലായിട്ട് മൈലേജ് ഈ വാഹനത്തിൽ സാധാരണ എല്ലാ വാഹനങ്ങൾക്കും 800 cc 800 വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇന്ന് യുവാക്കൾക്കിടയിൽ ഈ ഒരു മാരുതി 800 എന്ന വാഹനം വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതിൻ്റെ മാരുതിൻ്റെ വളരെയധികം ക്ലബ്ബുകളുണ്ട്. മാരുതി 800 ക്ലബ്ബുകളുണ്ട്, MS8 എന്ന ക്ലബ്ബുകളുണ്ട് എല്ലാ സ്ഥലത്തും. വളരെ ആൾക്കാർ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണിത്. യുവാക്കൾക്കിടയിലും ഇതൊരു ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വാഹനമാണിത്.
നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ കൊറോണ വന്നിട്ട് കോവിഡ് കാലമാണത്. ഈ കാലത്ത് എല്ലാവരും കാറുകളെ കൂടുതൽ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് അത് സാധാരണക്കാരന് ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണിത്. വലിയൊരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഇതിപ്പോൾ ഈ വാഹനം ഒന്ന് വിപണിയിലില്ലെങ്കിലും ഇതിൻ്റെ സ്പെയർ കാര്യങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു വണ്ടിയാണ്. ഇന്ന് മാരുതി എണ്ണൂറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി പുതിയൊരു കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താമെന്ന് പ്രതീക്ഷയോടെ ബൈ ബൈ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.